തന്റെ ബാരിലെയും സിയനയിലെയും ടൈമിൽ 4-2-4 സിസ്റ്റത്തിന്റെ ഉപയോഗം ഏറെ പ്രശംസയ്ക്ക് കാരണമായിരുന്നു. വൈഡ് മിഡ്ഫീൽഡേഴ്സിനെ വിംഗേഴ്സാക്കി മാറ്റി ബാക്കിൽ നിന്നും പ്ലേ ബിൽഡ് ചെയ്ത് ഡയറക്ട് ബോൾസും വെർട്ടിക്കൽ പാസസും യൂസ് ചെയ്ത് ഫോർവേഡ്സിനെ ബോൾ എത്തിച്ച് ഫൈനൽ തേർഡിൽ സുപ്പീരിറ്റി ഉണ്ടാക്കി ഗോൾ സ്കോർ ചെയ്യുക എന്നതാണ് കോൺട്രയുടെ തന്ത്രം. ഒരു സീപ്പർ ഉൾപ്പെടുന്ന 3 ബോൾ പ്ലേയിങ് സെന്റർ ബാക്സും അറ്റാക്കിങ്ങിലും ഡിഫൻസിലും സപ്പോർട്ടായി 2 വിംഗ് ബാക്സും ഒരു ഡിഫൻസീവും 2 ബോക്സ് ടു ബോക്സ് മിഡ്ഫീൽഡേഴ്സ് ഉൾപ്പെടുന്ന 3-man മിഡ്ഫീൽഡും 2 സ്ട്രൈക്കേഴ്സുമാണ് കോൺട്രയുടെ ടീം. അറ്റാക്കിംഗ് ഫേസിൽ 3-3-4 മാറി ബാക്ക് 3യിൽ നിന്നുള്ള ഡയറക്ട് ലോങ് ബോൾസിലൂടെയും പിർലോയിന്റെ വിഷനും സെറ്റ് പീസസും പാസിംഗ് എബിലിറ്റീസും യൂട്ടിലൈസ് ചെയ്തുകൊണ്ടുള്ള അറ്റാക്കിൽ ക്രോസസിലൂടെയും കട്ട് ബാക്സിലൂടെയും ഗോൾ കണ്ടെത്തുകയും ചെയ്യും. ഡീവറിച്ചിന്റെ പാസിംഗ് എബിലിറ്റി യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഡയറക്ട് ലോങ് ബോൾസിലൂടെ സ്ട്രൈക്കേഴ്സിനെയും വിംഗ് ബാക്സിനെ കണ്ടെത്തിയുള്ള അറ്റാക്കിങ്ങും 2 സ്ട്രൈക്കേഴ്സും മിഡ്ഫീൽഡേഴ്സും തമ്മിലുള്ള ലിങ്കപ്പ് ടീമിന്റെ പ്രധാന ഘടകമാണ്. പൊസഷൻ ലോസ്റ്റ് ആയാൽ സ്പോട്ട് മാൻ ടു മാൻ പ്രസിംഗിൽ സഡൻ ഡിഫൻസീവ് ട്രാൻസിഷൻ നടത്തി ന്യൂമറിക്കൽ അഡ്വാൻറ്റേജ് കാരണം ബോൾ വിൻ ചെയ്യുകയും ചെയ്യും. സ്പേഴ്സിൽ ഡീപ് പ്ലേ മേക്കറിന്റെ റോളിൽ ഒയ്ബാഗ് ആണെങ്കിൽ ചെൽസിയിൽ ഡേവിഡ് ലൂയിസിന്റെ ബോൾ ക്യാരിംഗ് എബിലിറ്റി